കൂടിയപ്പോൾ ആ കറുത്ത കരിമ്പടം വലിച്ചു മാറ്റി സത്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ തേജസ്സിലേക്ക് ലോക ജനതയെ കൈപിടിച്ചാനയിച്ച മുത്തൊളി താജുൽ മുസ്തഫ മുർത്തദ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കാനാണ് നാം എല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുത്തനബിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണപ്പെടുത്തുക, എങ്കിലേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സ്നേഹത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ നമ്മോട് കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ചുകൊണ്ട് സ്വർഗം നേടാൻ നമ്മോട് ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരെയും ദുർബലനെയും അനാഥനെയും സർവരും ആദ്യ ശബ്ദത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ചെടികളും മരങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആദ്യ ശബ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്, ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നൊടുക്കരുത്, കടിയുറുമ്പാണിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്, മാതാവിന്റെ മുഖത്ത് നോക്കി ചേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളോട് പോലും അവിടെ നിന്ന് സ്നേഹം പുലർത്തുകയുണ്ടായി. ഹിജറയുടെ 5-ാം വർഷം മക്കയിൽ മഴ നിലച്ച് ആകെ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനും നാട് കടത്തുവാനും ശ്രമിച്ചവരാകെ പട്ടിണിയിലായ സന്ദർഭം. ഈ വിവരം മദീനയിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചവരെ സഹായിക്കുകയുണ്ടായി. ഈ ചരിത്രം നമുക്കെല്ലാം സുപരിചിതമാണ്. കൊടിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്നായിരുന്നു നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചത്. ശത്രുക്കളെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന നമ്മുടെ മുത്തനബി അല്ലാതെ മറ്റാരെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ടത്? അതെ, നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കും പിൻപറ്റാം. സ്നേഹം നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.